സ്ഥാനാർത്ഥി നിർണ്ണയത്തിന് വേണ്ടി കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗം നാളെ ചേരും. രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് കമ്മിറ്റി അംഗീകാരം നൽകും. ഇതിനിടെ ചടയമംഗലം സീറ്റിന് വേണ്ടി ആർ ചന്ദ്രശേഖരൻ ഹൈക്കമാൻഡിനെ സമീപിച്ചു. തൃപ്പൂണിത്തുറയിൽ കൊച്ചി ഡെപ്യൂട്ടി മേയർ ദീപക് ജോയ് ആണ് പരിഗണനയിൽ. ഡൽഹിയിൽ നിന്ന് റഷീദ് വിവരങ്ങളുമായി ചേരുന്നു. റഷീദ്, ഇന്നത്തോടുകൂടി ആദ്യ പട്ടിക പുറത്തു വരുമോ? ആദ്യ പട്ടികയുടെ ഏതാണ്ട് ഒരു ഫൈനൽ രൂപമായോ? അജംസ്, കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണ്ണയവുമായി ബന്ധപ്പെട്ടുള്ള നിർണായക ചർച്ചകൾ ഇന്നും ഡൽഹിയിൽ ചേരുകയാണ്. അതേസമയം കോൺഗ്രസിന്റെ ആദ്യ പട്ടിക ഇന്ന് പുറത്തുവരും എന്നുള്ളത് തന്നെയാണ്. 40 പേരുടെ അടങ്ങുന്ന ആദ്യ പട്ടികയായിരിക്കും പുറത്തുവരിക എന്നുള്ളതാണ് ഇപ്പോൾ നിലവിൽ ലഭ്യമാകുന്ന സൂചനകൾ. നേരത്തെ 31 പേരുടെ അംഗങ്ങൾ അടങ്ങിയിട്ടുള്ള പട്ടികയ്ക്ക് നേരത്തെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി അംഗീകാരം നൽകിയിരുന്നു. ഇതിന് പിന്നാലെ മറ്റു 9 മണ്ഡലങ്ങളിലേക്ക് കൂടി ഒറ്റപ്പേരുകളിലേക്ക് എത്തിയിട്ടുണ്ട്. ഇതിന്റെ പശ്ചാത്തലത്തിൽ ഇന്ന് 40 പേരുടെ പട്ടിക ഇന്ന് പുറത്തുവരും എന്നുള്ളത് തന്നെയാണ്. എന്തായാലും രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പട്ടികയുമായി ബന്ധപ്പെട്ടുള്ള സ്ക്രീനിംഗ് കമ്മിറ്റി യോഗം ഇന്ന് ഡൽഹിയിൽ ചേരുകയാണ്. വിവിധ നേതാക്കൾ ഇതിനോടകം തന്നെ ഡൽഹിയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ, സണ്ണി ജോസഫ് അടക്കമുള്ള നേതാക്കൾ ഇപ്പോൾ ഡൽഹിയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. എന്തായാലും ഉച്ചയോടുകൂടിയും ഈ സ്ക്രീനിംഗ് കമ്മിറ്റി യോഗം നടക്കും. മറ്റു മണ്ഡലങ്ങളിലേക്കുള്ള, അതായത് ഈ 40 സീറ്റുകളിലല്ലാത്ത മറ്റു മണ്ഡലങ്ങളിലേക്കുള്ളതുമായി ബന്ധപ്പെട്ട സ്ഥാനാർത്ഥി നിർണ്ണയവും ചർച്ചയും ഇന്ന് നടക്കുമെന്നുള്ളതാണ്. പിന്നീട് നാളെ ചേർന്ന കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി ആയിരിക്കും ഈ പട്ടികയ്ക്ക് അംഗീകാരമാവുക. നിലവിൽ MP-മാർ അടക്കമുള്ള നേതാക്കൾ പ്രതികരിക്കുന്നത് സ്ഥാനാർത്ഥി നിർണ്ണയവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള പ്രതിസന്ധി ഇപ്പോൾ നിലനിൽക്കുന്നില്ല. എല്ലാ മണ്ഡലങ്ങളിലേക്കും തങ്ങൾക്ക് സ്ഥാനാർത്ഥികൾ ആയിട്ടുണ്ട് എന്നുള്ളതാണ്. അതേസമയം മറ്റു മണ്ഡലങ്ങളിൽ നിന്ന് ചില പ്രതിരോധങ്ങൾ അല്ലെങ്കിൽ ചില സമ്മർദ്ദങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ചും കണ്ണൂരിൽ കെ സുധാകരനുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെയും ഇപ്പോഴുള്ള പ്രതിസന്ധി അത് പാർട്ടിയെ വല്ലാതെ തന്നെ അലക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും MP-മാർ മത്സരിക്കുന്നത് അത് ഹൈക്കമാൻഡ് തന്നെയാണ് തീരുമാനം എടുക്കേണ്ടത് എന്നുള്ള അഭിപ്രായം തന്നെയാണ് വിവിധ നേതാക്കൾ നിലവിൽ പങ്കുവെക്കുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും അതിനിടയിൽ ചില തരത്തിലുള്ള തികഞ്ഞ രാഷ്ട്രീയ പോരാട്ടത്തിനുള്ള ഒരു പോർമുഖം ഈ അമ്പലപ്പുഴയിൽ അടക്കം ഉയർന്നു വരികയാണ്. പ്രത്യേകിച്ചും ജി സുധാകരന് കോൺഗ്രസ് പിന്തുണ നൽകുന്നു എന്നുള്ളതാണ്. അങ്ങനെ ജി സുധാകരന് പിന്തുണ നൽകിക്കൊണ്ട് ഒരു പോരാട്ടം നടത്താൻ തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസ് തീരുമാനമെടുത്തിരിക്കുന്നത്.